പരപ്പൻപാറയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇതുവരെ പുറത്തെത്തിച്ചില്ല. കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ച് മണിക്കൂറുകളായിട്ടും ആരും എത്തിയില്ലെന്നും ആരോപണം. ഇനിയും വൈകിയാൽ കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ദീപക് മോഹൻ ചേരുന്നുണ്ട് അവിടെ നിന്നും. ദീപക്, ഇതുവരെ ആ മൃതദേഹങ്ങൾ മാറ്റാനുള്ളൊരു അനുകൂല കാലാവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ കാലാവസ്ഥ മാറിയാൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം തന്നെ മൃതദേഹ ഭാഗങ്ങളൊക്കെ മാറ്റുന്നതിന് ഒരു പ്രതിസന്ധി ഉണ്ടായ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ഇന്നത് മാറ്റാനുള്ള ഒരു മുൻകരുതലുകളൊന്നും എടുത്തിട്ടില്ലേ? റോഷ്നി, അതായത് 11:30 രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ പ്രദേശവാസികളായ 20-ലധികം വരുന്ന ആളുകൾ തിരച്ചിൽ നടത്തുന്നതിനിടെ ആദ്യം പരപ്പൻപാറ വനമേഖലയിൽ വെച്ച് കണ്ടെത്തിയത്. പിന്നീട് ഉച്ചയോടുകൂടി, അതായത് ഒരു 12:30 മറ്റൊരു മൃതദേഹത്തിന്റെ ഭാഗവും ഇവിടെ നിന്ന് കണ്ടെത്തി. റിപ്പൺ, അതുപോലെ തന്നെ സൺറൈസ് വാലിക്ക് താഴെയുള്ള വനമേഖല, സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള ഈ ചാലിയാർ നദിയുടെ ഉദ്ഭവസ്ഥാനമായ ആ പ്രദേശത്തുള്ള നദിയുടെ ഇരുഭാഗങ്ങളിലുള്ള കരകളിൽ വനമേഖലകളിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇവർ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തി അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തത്. പക്ഷേ കൽപ്പറ്റ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചിട്ട് അവിടെ നിന്ന് നിരവധി തവണ ഇവരെ വിവരം അറിയിച്ചിരുന്നു. 2-3 തവണ തിരികെ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു. എത്രയും വേഗം ആ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് അധികൃതർ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ ആരും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ അവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോട വന്ന് മഞ്ഞ് മൂടി കഴിഞ്ഞാൽ ഇരുട്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല നിബിഡ വനമാണ്, വന്യജീവികളുള്ള സ്ഥലമാണ്. ചെങ്കുത്തായ വനമേഖലയിലൂടെയാണ് ഈ 20-ലധികം വരുന്ന കാടാശ്ശേരി, റിപ്പൺ, മേപ്പാടിയിലുള്ള ഈ രക്ഷാപ്രവർത്തകരായി തിരച്ചിൽ നടത്തുന്നതിനായി പ്രദേശവാസികൾ രാവിലെയോടുകൂടി ആ മേഖലയിലേക്ക് എത്തിയത്. ഏകദേശം 2 മണിക്കൂറോളം കാടിനുള്ളിലൂടെ ചെങ്കുത്തായ പ്രദേശത്തുകൂടെ സഞ്ചരിച്ചാണ് ഇവർ ഈ പരപ്പൻപാറയ്ക്ക് സമീപമുള്ള ഈ നദിയുടെ ഇരു കരകളിലും തിരച്ചിലിനായി എത്തിയത്. അങ്ങനെയാണ് ഇവർക്ക് ആ മൃതദേഹത്തിന്റെ ഭാഗങ്ങൾ ലഭിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് PPE കിറ്റ് ഇല്ലാത്തതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം വൈകുന്നു, എന്നാൽ എത്രയും വേഗം അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ടെത്തിയ ഈ 3 മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും ഇതുവരെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഹെലികോപ്റ്റർ എത്തിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു വേദനിപ്പിക്കുന്ന കാര്യം, ആ രക്ഷാപ്രവർത്തകരായ പ്രദേശവാസികൾ ഇപ്പോഴും ആ മേഖലയിൽ തന്നെ തുടരുകയാണ്. നിരവധി തവണ നമ്മൾ അവരുമായി ബന്ധപ്പെട്ടു. അവർ പറയുന്നത് കോടമഞ്ഞ് മൂടിയതിനാൽ ഇരുട്ടായിരിക്കുകയാണ്. എത്രയും വേഗം ഹെലികോപ്റ്റർ എത്തിക്കുകയാണെങ്കിൽ അവർക്ക് ആ മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം വേണം ഈ രക്ഷാപ്രവർത്തകർക്ക് ജനവാസ മേഖലയിലേക്ക് എത്തുവാൻ. എന്നിട്ടും ഈ കോടമഞ്ഞ് മൂടുന്നതിനാൽ തന്നെയാണ് ഇരുട്ടാവുന്നത്.